പുലർച്ചെ രാവിലെ 4 മണിക്ക് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ബോക്സ് ഇട്ട് മൈക്കിട്ട് മൗലിദ് പാരായണം കൊണ്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റത്. ആ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ പള്ളിയുടെ പരിസരത്ത് രാത്രി ഉറങ്ങാൻ കഴിയാത്ത രോഗികളുണ്ടായിരുന്നു. വൃദ്ധരായ എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. ആരുടെ പേരിലാണ് ഇതൊക്കെ നടന്ന? ഒരു നബിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പുലർച്ചെ 4 മണി മുതൽ നമ്മുടെ പള്ളികളിൽ നിന്ന് ഇത്തരം ശബ്ദങ്ങൾ പുറത്തേക്ക് വിട്ടത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു നേതാവ്, ഒരു മതപണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്നയാൾ പറഞ്ഞത് പള്ളികളിലെ ബാങ്കുലി ശബ്ദങ്ങൾ നിയന്ത്രിക്കണമെന്നാണ്. ഈ ശബ്ദങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്. ബാങ്ക് 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, ജനങ്ങൾക്ക് ഏറെ പൊറുതിമുട്ടിക്കുന്ന ഈ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം ഈ സമുദായത്തിന്റെ നേതാക്കന്മാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ പള്ളിക്കകത്ത് മാത്രം ഒതുക്കേണ്ടുന്നതായ ശബ്ദത്തെ. ഇനി അത് മാത്രവുമല്ല, നമ്മുടെയൊക്കെ നാടുകളിൽ ആളുകൾ ഏറെ ശ്രദ്ധിക്കുന്ന അങ്ങാടികൾ. ആ അങ്ങാടികളിൽ ഒരു ചെറിയ ബ്ലോക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടായാൽ പോലും പൊറുതിമുട്ടുന്നവരാണ് നമ്മൾ. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇമാത്തത്തുൽ അദാ അനിൽ ത്വരീഖി ഹഖ്ഖുൻ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ, തടസ്സങ്ങൾ നീക്കുക എന്നത് സ്വതക്കയാണ്. ഇമാത്തത്തുൽ അദാ അനിൽ ത്വരീഖി സ്വതഖത്തുൻ, വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്നത് പുണ്യപ്രവർത്തനമാണ്. അപ്പോൾ വഴിയും റോഡുകളും തടസ്സമാക്കി വരുന്ന വഴികളിൽ എത്രയോ ആളുകൾ അതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ്. ചിലരൊക്കെ അവരുടെ നാട്ടിലുണ്ടായ വഴക്കും വക്കാണവും ഇതിന്റെ പേരിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്രയോ സമയങ്ങൾ വഴിയിൽ നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കി. അതിന്റെ പേരിൽ ഇന്ന് രാവിലെ ഉണ്ടായ വഴക്കുകളുടെ വീഡിയോകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ് പറയുന്നത്? ഒരു നബിനെ, ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ നാട്ടിലാകെ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മത്തീങ്ങളായ നമ്മളെല്ലാവരും ഏറെ ആലോചിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഇത് കടന്നു പോകുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിൽ പല തിന്മകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചാൽ പിന്നെ ഞങ്ങൾ അതിന് വാശി തീർക്കാൻ വേണ്ടി കൂടുതൽ ചെയ്യുമെന്ന അവസ്ഥയാണ്. കാര്യം ശരിയല്ല, ഇതിങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലതും ഇല്ലാത്തതും എന്തും ഇതിനേക്കാൾ കേമമാക്കുമെന്ന് പറഞ്ഞ് ഇതിനപ്പുറം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ 3 ചരിത്ര സംഭവങ്ങളെ മനസ്സിൽ കൊണ്ട് സൂക്ഷിക്കാൻ കഴിയണം. അതിലൊന്ന്, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ നബി തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ റബീഉൽ അവ്വൽ തർക്കമില്ലാത്ത സംഭവമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് റബീഉൽ അവ്വൽ 12. ഇത് 3ലും ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക്. ഒരു വിഭാഗം അതിന്റെ ജന്മദിനം മാത്രം ചർച്ച ചെയ്യുന്നു. യഹൂദി നസ്രാനികളെ പോലെ അവർ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ പിറകിലാണ് ആ കൗം ഉള്ളത്. ഒന്നാലോചിക്കുക, നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കില്ല, എന്നാൽ അവർ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ പലരുടെയും ആണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മരിച്ച ദിവസം നോക്കിയിട്ട് ആണ്ട് ഷെയ്ഖ് ജീലാനിക്ക് ആണ്ടുണ്ട്, റിഫായിക്ക് ആണ്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ആണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സ്ഥിരീകരിച്ച റബീഉൽ അവ്വലിൽ ഈ ഖൗം എന്തുകൊണ്ടാണ് ആണ്ട് കഴിക്കാത്തത്? അവർക്കിഷ്ടമുള്ളത് നടത്തും, അവർ തീരുമാനിക്കുന്നത് നടത്തും. അതിനപ്പുറത്ത് ദീൻ അവർക്ക് ബാധകമല്ല. കാരണം ദീനിൽ ആണ്ടേ ഇല്ല, ജന്മദിനാഘോഷങ്ങളേ ഇല്ല. അതുകൊണ്ട് തന്നെ ഹിജ്റ നമുക്ക് പാഠമാകേണ്ടതുണ്ട്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പല സംദർഭങ്ങളിലും. മുഹറം മാസത്തിന്റെ സമയത്ത് ഖുതുബകളിലൂടെയൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ 12 കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തൊന്ന് ഓർത്തു നോക്കാതെ നമുക്ക് എങ്ങനെയാണ് കടന്നു പോകാൻ കഴിയുക? ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മഹാരഥന്മാരായ ഉലമാക്കന്മാരൊക്കെ ഈ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മിസ്റിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു നബാത്ത എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ഖുതുബകൾ ഉണ്ടായിരുന്നു. ആ ഖുതുബകൾ നല്ല ആശയ സമ്പുഷ്ടമായി കൊണ്ട് അറബിയിലായി അത് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ അറബിയിൽ ഇതേ സമയത്ത് നമ്മുടെ പരിസരത്ത് നടക്കുന്ന പള്ളികളിലൊക്കെ ആ ഖുതുബയാണ് മെമ്പറിൽ കയറിയിട്ട് അറബിയിൽ അവർ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഖുതുബയുടെ തലക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ മഹല്ലിലെ ഖതീബിന്റെ കയ്യിൽ നിന്ന് ഇന്ന് ഓതിയ വെള്ളിയാഴ്ച ഖുതുബന്റെ പേജ് തരാൻ പറയും. അതിന്റെ ഹെഡിങ് റബീഉൽ അവ്വൽ 2ാമത്തെ വെള്ളിയാഴ്ച വഫാത്തുൻ നബി എന്ന ഹെഡിങ് ഉള്ള ഖുതുബയാണ് ഇന്ന് പള്ളികളിൽ അറബിയിൽ ഖുതുബ നടത്തിയത്. എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം ഒന്ന് താഴെയുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? തൊട്ടടുത്ത് നടക്കുന്ന റാലിയിൽ ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല.
അതുകൊണ്ട് അവർ അതിൻ്റെ അർത്ഥവും ആശയവും പറയാൻ സന്നദ്ധരാകുന്നില്ല. നമുക്കെന്തിന് ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ? വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്രപാഠം എല്ലാ മഹാരഥന്മാരായ ഉലമാക്കന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചു എന്ന സംഭവം കഴിഞ്ഞപ്പോ മഹദി ഉമ്മു ഐമന റളിയല്ലാഹു അൻഹ അവിടുന്ന് ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. അത് കണ്ടപ്പോൾ അനുയായികളായ സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉമ്മു ഐമൻ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അത്യപൂർവമായ ഈ വേദന എന്തുകൊണ്ടാണ്? ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, നമ്മുടെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നത് ഞാൻ അറിയുന്നുണ്ട്, ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. വലാകിൻ ഇന്നമാ അബ്കി, പക്ഷേ ഞാൻ കരയുന്നത് അതുകൊണ്ട് മാത്രമല്ല, അലൽ വഹിയില്ലദീ ഇൻഖതഅ അന്നാ മിനസ് സമാ, ഇനി ഒരിക്കലും ആകാശലോകത്തുനിന്ന് വഹി വരൂല, ഇനി ജിബ്രീൽ ഭൂമിയിലേക്ക് വഹി വരില്ല, ഇനി ലോകത്ത് ഒരു പ്രവാചകനും നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. തൊട്ടു മുമ്പിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇടതുഭാഗത്തുണ്ടായിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും ഇത് കേട്ടപ്പോൾ അവിടെ മുതൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരയുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നബി തങ്ങളുടെ വഫാത്തിന് മുമ്പ് നബിക്ക് ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാക്കി. ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ, നബിയെ നിങ്ങൾ മരിക്കുന്നതാണ്, അവരൊക്കെ മരിച്ചവരാണ്. മുമ്പുണ്ടായിരുന്ന കൗമ, മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടതുപോലെ. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ, പിന്നീട് നിങ്ങൾ പരലോകത്ത് നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് തർക്കിക്കുന്നവരായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. സൂറത്ത് സുമറിന്റെ 31-ാമത്തെ ആയത്തിറങ്ങി. അതും കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇതൊക്കെ മരണത്തിന്റെ ചില സൂചനകൾ നൽകുന്ന ആയത്തുകളായിരുന്നു. അതും കഴിഞ്ഞ് ചില ചരിത്രങ്ങൾ പറയാണ്, സാധാരണ 20 ദിവസം നബിതങ്ങൾ ഇഅ്തികാഫ് ഇരിക്കാറില്ല, എന്നാൽ അവസാനത്തെ റമദാനിൽ 20 ദിവസങ്ങളോളം ഇഅ്തികാഫ് ഇരുന്നതും ചില അടയാളമാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അതുവരെയും പഠിപ്പിക്കാൻ അവസരം കിട്ടിയില്ല, അവസാനത്തെ ഹജ്ജ് ചെയ്തതും അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയായി മാറുകയായിരുന്നു. മാത്രമല്ല, ഒരു സഫർ മാസത്തിൽ പ്രവാചകന് രോഗം ബാധിക്കുകയാണ്. പണ്ട് അവിടുത്തെ ഒരു യുദ്ധത്തിന്റെ സമയത്ത്, ഹന്തക്കിന്റെ സമയത്ത്, ഒരു ജൂതയായ കുടുംബം കൊടുത്ത വിഷത്തിന്റെ അംശങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജൂത പെണ്ണ് കൊടുത്ത ഭക്ഷണത്തിന്റെ വിഷാംശങ്ങളുടെ അവശിഷ്ടങ്ങൾ ബാക്കിയാകുന്നത് അവസാനം വേദനിക്കുന്ന സമയത്തും പ്രവാചകൻ പറയുന്നുണ്ട്, ആയിഷ, അന്ന് ആ പെണ്ണ് തന്ന വിഷത്തിന്റെ അംശങ്ങൾ എന്നെ വല്ലാതെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക്, 11 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി നമസ്കരിക്കുന്നു, ഇമാമ് നിൽക്കുന്നു. ഇമാമ് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ അന്നുണ്ട്. 13 ദിവസം നബി തങ്ങൾ രോഗിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് മുതൽ ചില ഉപദേശങ്ങൾ തുടരെയായി വഹി വരാൻ തുടങ്ങി. സാധാരണ വഹീനൊരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ തുടർച്ചയായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിലക്കാത്ത പ്രവാഹം പോലെ വഹി ഇങ്ങനെ വരാൻ തുടങ്ങുമായിരുന്നു. അവിടുന്ന് ഒരിക്കൽ 3 ദിവസം മുമ്പ് നബി തങ്ങൾ തന്റെ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ, യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒരു നേതാവ് മരിക്കുന്നതിന്റെ മുമ്പ് തന്ന വസിയത്ത് നമ്മൾ പാലിക്കാൻ എത്രമാത്രം താല്പര്യം കാണിക്കണം. സ്നേഹമുണ്ടെങ്കിൽ ആ യഹൂദി നസ്രാനികളെ ശപിക്കാനുള്ള കാരണം, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ കൂട്ടത്തിലെ അമ്പിയാക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറുകളെ സുജൂദിന്റെ മസ്ജിദുകളായ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുമായിരുന്നു. ഖബർ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദി നസാറാക്കളെ ശപിച്ചിരിക്കുന്നു എന്ന് മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പോയതെങ്കിൽ, നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ പള്ളിയോട് ചാരത്ത് നിൽക്കുന്ന മഖാമുകൾ, ദർഗകൾ എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല? അള്ളാഹുവിന്റെ ശാപമുണ്ടായതിന്റെ കാരണം പറഞ്ഞിട്ട് പോലും ആ നബിന്റെ വാക്ക്, വസിയത്ത് മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞ കാര്യം പോലും നടപ്പിലാക്കാൻ കഴിയാതെ നമ്മൾ എത്ര പാടിയാലും, നമ്മൾ എത്ര ചോറ് കൊടുത്താലും, നമ്മൾ എന്തൊക്കെ നടത്തിയാലും ഈ കൽപ്പനക്ക് വിപരീതമല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ അനുയായികളുടെ ഇടയിൽ വന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കും, 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.
നമുക്കൊന്നും ഇങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്തി പറയാനുള്ള അവസരം പടച്ചറപ്പ് തരുമെന്ന് അറിയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അനുയായികളുടെ ഇടയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഫമൻ കുൻതു ജലത്തു ലഹു ലഹ്റൻ ഫഹദാ ലഹ്രി ഫൽയസ്തയ്ഖിദ് മിൻഹു. ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച ആളാ. ഞാൻ നിങ്ങൾ ആരെങ്കിലും ശാരീരികമായി എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുതുക് തുറന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്നോട് പ്രതിക്രിയ ചെയ്യാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുതുകത്ത് പുറത്തോ നിങ്ങൾക്ക് എന്നെ അടിക്കാം. ആർക്കും മടി കാണിക്കേണ്ടതില്ല. ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബി, നിങ്ങൾ എന്നെ ഒരു സമയത്ത് ഒരു കാര്യം, ഒരു യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ തന്റെ മുതുക് തുറന്ന് കാണിച്ചു കൊടുത്തു, നിങ്ങൾ വരൂ. അദ്ദേഹം മുന്നോട്ട് കയറി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അങ്ങോട്ട് പൊക്കിയിട്ട് ആ വയറ്റത്തേക്ക് നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പ്രതിക്രിയ നടപ്പിലാക്കി അവിടുന്ന് തിരിച്ചു പോന്നു. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അമൻ കുൻതു അഖത്തു മാല, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്പത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതാ എന്റെ സമ്പത്ത് ഇതാ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പൊ തരുമാർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. നമ്മളൊക്കെ അങ്ങനെ ചോദ്യം ചോദിച്ച ഒരുപാട് ആളുകൾ നാട്ടിൽ ക്യൂ നിൽക്കണ്ടാവും. നല്ലോണം ആലോചിച്ചോളൂ ഈ സാമ്പത്തിക രംഗം. നബി തങ്ങൾ ചോദിക്കണം, ആർക്കെങ്കിലും ഞാൻ വല്ലതും തരാനുണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ തരാൻ തയ്യാറാണ്. മറന്നുപോയതോ വിട്ടുപോയതോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാ ചോദിച്ചത്. ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ കുറച്ചു കാലം മുമ്പ് എനിക്കൊരു 3 ദിർഹം തരാനുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലെ അനുയായികളോട് പറഞ്ഞു, ആ ഇരിക്കുന്ന 3 ദിർഹം എടുത്ത് ആ മനുഷ്യന് കൊടുത്തു കിട്ടി. മൂന്നാമത് നബി തങ്ങൾ ചോദിച്ചു, അമൻ കുൻതു ശതംതു ലഹു അർളൻ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അഭിമാനത്തെ ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ, ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ടോ, വഴക്ക് പറഞ്ഞിട്ടുണ്ടോ, ആരോടെങ്കിലും മാനസികമായി അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഫൽയസ്തഖിദ് മിൻഹു, അവർ പ്രതികാരം ചോദിക്കട്ടെ, അവർ തിരിച്ചെന്താ വേണ്ടെങ്കിൽ ചെയ്തോളൂ, ഞാൻ തയ്യാറാണ്. ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നൊരു നേതാവ്, ഒരു ഭരണാധികാരി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ഓരോ നേതാക്കന്മാരും ഇരുന്ന് ചിന്തിക്കുക. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ഒരു മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി നബി തങ്ങൾ ഇമാമ നിൽക്കാൻ കഴിഞ്ഞു. പതുങ്ങിയ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന്റെ 1-ാമത്തെ റക്അത്തിൽ വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ, ആ സൂറത്ത് അങ്ങനെ മനോഹരമായി ഓതി അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പിന്നീട് നബി തങ്ങൾക്ക് ഇമാമ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സഹാബത്ത് പറയുന്നത്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, മഗ്രിബ് നമസ്കാരമായാൽ ഖുൽ ഹുവല്ലാഹു അഹദും ഇദാ ജാഅ നസ്റുല്ലാഹി മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന് ധാരണയുണ്ടെങ്കിൽ നബി തങ്ങൾ വൽ മുർസലാത്തി ഉർഫ പോലെയുള്ള ദീർഘമായതുമായ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓതിയിട്ടുണ്ട് എന്നതും അതിന്റെ തെളിവായി മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇങ്ങനെ രോഗം ഇങ്ങനെ മൂർച്ഛിക്കുന്ന സമയത്ത് ബോധം നഷ്ടപ്പെട്ടു പോകും, പള്ളിക്ക് വരാൻ കഴിയണില്ല, തളർന്നു കിടക്കുകയാണ്, ബോധം നഷ്ടപ്പെട്ടു പോവുക. ചിലപ്പോഴങ്ങ് ബോധം തെളിഞ്ഞു വരും. പെട്ടെന്ന് നബി തങ്ങൾ ചോദിക്കും, അവരൊക്കെ ജനങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, അവർ നിസ്കരിച്ചോ എന്ന് ഇടക്കിടക്ക് ബോധം വരുമ്പോഴങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുസൽമാനെ, കൊടിതോരണങ്ങൾ കെട്ടിത്തൂക്കാൻ നമ്മൾ ഉണ്ടായിരുന്നു. ആഘോഷരാവിൽ അങ്ങാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പായസായ കാരണവന്മാരും കോൽക്കളി പാടാനുണ്ടായിരുന്നു. നാട്ടിലെ പള്ളി അലങ്കരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, കലാമേളയിൽ ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര പേര് നമസ്കാരത്തിന് പള്ളിയിൽ ഉണ്ടാകാറുണ്ട്? മരിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം, നിസ്കരിച്ചോ? നമ്മൾ എത്ര പേര് അങ്ങനെ ളുഹറിനും അസ്റിനും പള്ളിയിൽ പോകുന്ന സ്വഭാവശീലം നമുക്കുണ്ട്? നമസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ്? മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് നബി തങ്ങൾ പറയുന്നുണ്ട്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാഹി അസ്സ വജൽ, നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് മോശപ്പെട്ടത് വിചാരിച്ചുകൊണ്ട് മരിക്കരുത്. അല്ലാഹ് എനിക്കിത് തന്നല്ലോ, അല്ലാഹ് എന്തിനാണ് എന്നെ അങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? ഏത് വേദനയേറിയ അസുഖത്തിന്റെ ഇടയിലും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരത്തോടെ ഒരാളും മരിക്കരുതേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ട് 1 ദിവസം മുമ്പ്, ഒരു ഞായറാഴ്ച, തിങ്കളാഴ്ച വഫാത്ത്, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച തന്റെ കീഴിലുണ്ടായിരുന്ന സാധുക്കളായ അടിമകളെ മുഴുവൻ മോചിപ്പിച്ചു. കൊടുത്തു വീട്ടിയ സംഖ്യയിൽ നിന്ന് ബാക്കി ഒരു 7 ദീനാർ കയ്യിലുണ്ടായിരുന്നു. 7 ദീനാർ. മക്കയുടെ മദീനയുടെ അധികാര സ്ഥാനത്തിരുന്ന നബിതങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് 7 ദീനാർ. ആ 7 ദീനാർ എടുത്ത് സ്വതക്ക ചെയ്തു. ആ 7 ദീനാർ എടുത്ത് സ്വതക്ക ചെയ്തു. പിന്നീട് മകളെ വിളിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചുണർത്തി ചില കാര്യങ്ങൾ ചെവിയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു.
ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എൻ്റെ ഖബറിന്റെ ചാരത്തേക്ക് വരുന്നത് നീയായിരിക്കുമെന്ന് സൂചന കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണമായിരുന്നു. പേരക്കുട്ടിയായിരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അടുത്തേക്ക് വിളിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. പുറപ്പെട്ട ഭാര്യമാരെ മുഴുവൻ ഒന്നിച്ച് ഇരുത്തിക്കൊണ്ട് ആരോടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള അനീതി കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞു, ഇല്ല റസൂലേ, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് ഭാര്യമാരുടെ സംതൃപ്തമായ മനോഹരമായ രംഗം കാഴ്ചവെച്ച് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മളൊക്കെ മരിക്കുമ്പോൾ ശാപത്തോടെയും വെറുപ്പോടെയും ദേഷ്യത്തോടെയും നമ്മുടെ കൂടെയുള്ള ആസ്വാരസ്യം നിറഞ്ഞ ജീവിതം കൊണ്ട് മനംമടുത്ത് നമ്മളെ ശപിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വരാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ച് സംതൃപ്തമായ റാളിയത്തായ സന്തോഷത്തോടെ അവിടുന്ന് യാത്രയപ്പാണ് ആ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. അവസാന നിമിഷങ്ങൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അസഹ്യമായ വേദന കൊണ്ട് പ്രവാചകൻ വല്ലാതെ പ്രയാസപ്പെടുക. അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാണ്. ഒരു പ്രവാചകൻ, ലോകത്തെ ഏറ്റവും ഷറഫാക്കപ്പെട്ട പ്രവാചകന്റെ മരണത്തിന് ഇന്നലിൽ മൗതി സക്കറാത്ത് എന്നാണെങ്കിൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരായ നമ്മുടെ മരണത്തിന്റെ വേദനയെക്കുറിച്ച്, അതിന്റെ വെപ്രാളത്തെക്കുറിച്ച്, അവസാനമായി റൂഹ് പിടഞ്ഞ് ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന രംഗത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്ക്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് എന്തോ ഒന്നിങ്ങനെ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ഭാര്യ ആയിഷ ബീവി തന്റെ ചെവി ഇങ്ങനെ അടുത്തേക്ക് പിടിച്ചപ്പോ പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ, ഉന്നതരായ കൂട്ടുകാരന്മാരുടെ കൂടെ എന്നെ ചേർക്കണേ. പിന്നെ ഒന്നും പ്രവാചകർ പറഞ്ഞിട്ടില്ല. ലോകത്തുനിന്ന് ഈ പ്രവാചകന്റെ അവസാനത്തെ സംസാരവും കഴിഞ്ഞ് ശ്വാസവും നിലച്ച് ഐഷാബിയുടെ വിരുമാറിൽ കിടന്നുകൊണ്ട് വഫാത്താവുകയാണ്. ഈ വാർത്തയങ്ങ് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. മദീനയാകെ അതുവരെ കച്ചവടം കൊണ്ട് നിറഞ്ഞിരുന്ന മദീന, വഴിയോര വാണിഭങ്ങൾ കൊണ്ട് സമൃദ്ധമായ മദീന, അന്ന് അതാ അവിടെ ആകെ ഒരു ഇരുട്ട് പടർന്ന പോലെയായി. മദീനയിൽ ഒരു ശബ്ദം പോലും കേൾക്കാതെയായി. കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ തേങ്ങിക്കരയുന്ന ശബ്ദങ്ങളായിരുന്നു. ചരിത്രം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു എല്ലാത്തിനെയും ധൈര്യസമേതം മുന്നിൽ നിന്ന് പടനയിച്ച ഉമർ ഖത്താബ് തങ്ങള് മദീനയിൽ ഒരു മജ്നൂനിനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ ആകെ തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ധൈര്യസമേതം സമചിത്തതയോടെ പക്വതയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. അവിടുന്ന് മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, അതേ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ, ആ അദ്ദേഹം, ആ പ്രവാചകർ ഇതാ ഇവിടെ വെച്ച് മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഒരിക്കലും മരിക്കാതെ എപ്പോഴും ജീവിച്ചിരിപ്പുള്ളവനായ റബ്ബുണ്ട്, റബ്ബിനെ ആരാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. മദീന റബീഉൽ അവ്വൽ 12 ഇരുട്ടുമൂടിയ കരച്ചിലിന്റെ ദിവസമായിരുന്നു. നമുക്ക് അലങ്കാരങ്ങളും ലൈറ്റും ചമഞ്ഞുകൊണ്ടിരിക്കുന്ന നാടായി നമ്മുടെ നാട്. മദീന കരയായിരുന്നു. നമ്മൾ ചിരിച്ചുല്ലസിച്ച് എല്ലാ നിലക്കുമുള്ള ആനന്ദങ്ങളിലാണ്. മഹാന്മാരായ സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. ഫദ്ൽ റളിയല്ലാഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മയ്യത്തെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. ഉസാമ റളിയല്ലാഹു, സാലിഹ് റളിയല്ലാഹു വെള്ളം ഒഴിച്ചു കൊടുത്തു. കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞു. ഖബർ കുഴിക്കേണ്ട സമയമായപ്പോൾ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ലഹദ് എന്ന് പറയുന്ന തുരന്നുണ്ടാക്കുന്ന ഖബറ, അതിനകത്തേക്ക് ഖബർ കറക്റ്റായിട്ട് കൃത്യമായി കുഴിച്ചു. ശേഷം സ്വഹാബത്ത് അവിടെ ആ മയ്യത്തിന് അടുത്ത ചൊവ്വാഴ്ച ദിവസത്തിൽ വൈകുന്നേരത്തോടു കൂടി മയ്യത്ത് ഖബറടക്കുകയാണ്. ഷറഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യാനാണ് ഇസ്ലാമിക നിയമം. ആ സംഭവം കഴിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ പറയാണ്, പിന്നീട് മദീനയിൽ സ്വഹാബത്ത് കണ്ടാൽ പരസ്പരം വാതോരാതെ സംസാരിച്ചിരുന്ന സ്വഹാബത്ത് കണ്ട് സലാം പറഞ്ഞിട്ട് നിന്ന് പരസ്പരം കരയായിരുന്നു.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തുറന്ന് വായിച്ചു നോക്കി ഇസ്ലാമിന്റെ ഗ്രന്ഥം. സഹാബത്ത് വാതോരാതെ സംസാരിച്ചിരുന്നവർ മിണ്ടാതെയായി, തേങ്ങിക്കരച്ചിലുകളായി, കവിൾ തടങ്ങൾ ഇങ്ങനെ ഇടറാൻ തുടങ്ങി. ആർക്കും മിണ്ടാനും സംസാരിക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ ഈ തിങ്ങിയ ഓർമ്മകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന അനുഭവങ്ങൾ. മദീനയിലേക്കുള്ള ഹിജറ, ബദറിന് പുറപ്പെട്ടത്, ഉഹദിന്റെ യുദ്ധഭൂമി, ഹുദൈബിയ സന്ധി, മക്ക വിജയം, അടങ്ങാനാവാത്ത തേങ്ങലുകളുടെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുമായി അവർ സഹാബത്ത് ആ റബീഉൽ അവ്വൽ മാസവും അങ്ങനെ കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴെങ്കിലും ഈ ചരിത്രത്തെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഒന്ന് തിരിച്ചറിയുക, ഈ പ്രവാചകന്റെ മരണം ഇത്രമാത്രമാണെങ്കിൽ നമ്മളൊരു സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിന്റെ കണങ്കാലുകൾ കൂട്ടിപ്പിഴഞ്ഞ് ഈ ലോകത്ത് നിന്ന് അവസാനത്തെ ശ്വാസം വലിച്ച് വിട പറയുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തെ ശരിയാവണ്ണം വിലയിരുത്താൻ ഞാൻ എൻ്റെ ജീവിതം ശരിപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും നോവിച്ചിട്ടുണ്ടോ? ഞാൻ അള്ളാഹിനോടുള്ള കടമ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഞാൻ ശരിക്കുള്ള മടക്കത്തിൽ പരലോകത്ത് വിജയിക്കാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നല്ലതൊണ്ണം ഇരുന്നാലോചിച്ചുകൊണ്ട് ഈ മരണത്തിൽ നിന്ന്, ഈ വഫാത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങേയറ്റം സ്നേഹിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലെത്തുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നേരാവണ്ണം സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ചു മരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.